കാത്തിരുന്ന നിക്കാഹ്. മോളെ, നിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. അവിടുത്തെ ഉമ്മയാകും. ഞാൻ പോയി ഫോൺ എടുക്കട്ടെ. അല്ലാ, ഇക്കയാണല്ലോ. എന്താ പതിവില്ലാതെ, അതും ഈ നേരത്ത്? റസിയ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ ഇക്ക. ആ റസി, സുഖല്ല നിനക്ക്? അതെ ഇക്ക. അവിടെയോ? കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ ആദ്യമായി ഒരുപാട് സമയം സംസാരിച്ചു. സന്തോഷത്തോടെ അവൾ ഫോൺ വെച്ചു. എന്റെ റബ്ബേ, ഞാനിത് സ്വപ്നം കാണോ എന്നോ അല്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവള് സന്തോഷത്തോടെ ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. ഉമ്മ വന്നേ. എന്റെ ഉമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. ഇക്ക വരട്ടെ, എന്നിട്ട് വേണം ഈ ആമിനമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മരുമകളെ കൊണ്ടുവരാൻ. അതെ, കരീം വരട്ടെ, എന്നിട്ട് വേണം അവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാൻ. എനിക്കൊരു കൂട്ടും സഹായവും ആവുമല്ലോ. അതേന്ന്, വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഉമ്മ ഇപ്പോ അകത്തേക്ക് വാ. റസിയക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൾ പഴയതുപോലെ മുറ്റത്തിറങ്ങി പൂക്കളോടും ചെടികളോടും കണ്ണുറുക്കി കാണിച്ചും തലോടിയുമെല്ലാം അവൾ അവളുടെ മനസ്സിലെ ആനന്ദം പങ്കുവച്ചു. റസിയയുടെ ഉപ്പ അവളുടെ ആങ്ങളയായ കരീമിനെ കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകാൻ ഒരുക്കത്തിലാണ്. എന്തൊരു സ്നേഹമാ പുന്നാരമോന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ. എന്തെല്ലാം വിഭവങ്ങളാ അവനക്ക് വേണ്ടി ഒരുക്കുന്നത്. റസിയ ഉമ്മാന്റെ രണ്ട് തോളിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു. റസിയ, വേണ്ട, എനക്ക് രാവിലെ തുടങ്ങിയതാ നീ. എനിക്ക് ഈയും ഓനൊക്കെ ഒരുപോലെ തന്നെ. അത് പിന്നെ എനിക്കറിയാലോ എന്റെ ഉമ്മ. അതും പറഞ്ഞവള് മൂക്കിൽ പിടിച്ചു വലിച്ചു. മൂക്കിൽ പിടിച്ചു വലിക്കല്ലേ പെണ്ണെ, വേദനിക്കുന്നു. ഉമ്മ അടിക്കാൻ ഓങ്ങിയതും അവൾ മുറിയിലേക്ക് ഓടി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അതും പറഞ്ഞ് ആമിനാത്ത് ചിരിച്ചു. അവൾ ജനൽക്കരികിലൂടെ പുറത്തേക്ക് നോക്കി സുബൈറിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. എന്നാലും ഇക്കാക്ക് ഇതെന്തു പറ്റി? പെട്ടെന്നൊരു മനംമാറ്റം വരാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ. പോയതിനു ശേഷം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു വിളി. അതും സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചുകൊണ്ട്. നന്നാവാനുള്ള വല്ല പരിപാടി ഉണ്ടോ? അതോ ആ മനസ്സിൽ ഈ റസിയ സ്ഥാനം പിടിച്ചോ? ഇനി എപ്പോഴത്തെയും പോലെ അഭിനയം ആകുമോ? ഇല്ല, ഞാൻ അധികം സന്തോഷിക്കുന്നില്ല. എന്നെ പറ്റിക്കുന്നതാണെങ്കിലോ? ഇക്ക എന്നാ ഇനി നാട്ടിലേക്ക് തിരിക്കുന്നത്? ആ മുഖം ഒന്ന് നേരിൽ കാണാൻ കൊതിയായി. പറഞ്ഞപ്പോ മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാവും? അപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയതാളം എന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ തലവെച്ച് കിടന്നതുപോലെ. അതിൽ കുറ്റബോധത്തിന്റെ കണികകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. വിരഹത്തിന്റെ തേങ്ങലുകൾ മൗനത്തിൽ കരയുന്നുണ്ടായിരുന്നു. അതോ എനിക്ക് തോന്നിയതാണോ? ആ, വിളിച്ചല്ലോ, സന്തോഷത്തോടെ അരമണിക്കൂറോളം സംസാരിച്ചല്ലോ. എന്നുള്ള നിറഞ്ഞു. എനിക്കത് മതി. എന്നാലും ചിന്തകൾ മാറി കളിക്കുന്നത് പോലെ, ഡയറിയിൽ കുറിച്ചിട്ടതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ തന്നെയായിരിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൾ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് കാറിന്റെ ഹോണടി കേട്ടത്. അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മറത്തെ വാതിൽ തുറന്നു. ഉമ്മ, അവരിത് എത്തിയിട്ടോ? അവൾ അവൻ കരികിലോട്ട് ഓടിച്ചെന്ന് അവന് കൈപിടിച്ചു. ഇക്ക നല്ലവണ്ണം തടിച്ചല്ലോ. ഇപ്പൊ നല്ല സ്റ്റൈലും ചെക്കനായിട്ടുണ്ട്. ഒന്ന് പോടി. ഉമ്മ ഓടി വന്ന് അവന് കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും ഉമ്മ കൊടുത്ത് അകത്തോട്ട് കൈപിടിച്ച് കൊണ്ടുപോയി. അവന്റെ പെട്ടിയും ബാഗും ഹംസക്ക അകത്തേക്ക് എടുത്തു വെച്ചു. ഉമ്മ, നല്ല വിശപ്പ്. എന്താ കഴിക്കാനുള്ളത്? മോൻക്കിഷ്ടപ്പെട്ട കുമ്പളങ്ങക്കറിയും ബീഫ് പൊരിച്ചതും പയറുപ്പേരിയും പപ്പടം കാച്ചിയതും. മോന് പോയി കുളി കഴിഞ്ഞിട്ട് വാ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. റസിയ നാരങ്ങ വെള്ളം കലക്കി ഉപ്പാക്കും അവനക്കും കൊടുത്തു. അവരത് വാങ്ങിക്കുടിച്ചു. ചെല്ലു മോനെ, അപ്പോഴേക്കും ഉമ്മ വിളമ്പി വെക്കാം. ചെല്ലടി, ചെന്നുമ്മാനെ സഹായിക്ക്. ഇപ്പോഴും കിള്ളയായി വാലി തൂങ്ങി നടക്ക. അത് കെട്ടാൻ പോകുന്നവൾ പറഞ്ഞാ മതി, എന്നെ നോക്കി പറയണ്ട. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടവൾ അടുക്കളയിട്ട് പോയി.
പിന്നെ കളിയും ചിരിയുമായി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. റസിയ, നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എന്ത് പറ്റി നിനക്ക്? അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സുഖല്ലടി? അതെ ഇക്ക, സുഖാണ്. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല. ഇക്കാക്ക് വെറുതെ തോന്നുന്നതാ. മോനിപ്പോ 4 വർഷമായില് പോയിട്ട്. അപ്പോ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും അല്ല മോളെ? അതെ, അതാണ്. സമയം കുറെ ആയി, ഇനി പോയി കിടന്നോളി. ആങ്ങളെയും പെങ്ങളും ബാക്കി നാളെ പറയാം. അതും പറഞ്ഞുകൊണ്ട് ആമിനത്താത്ത് കിടക്കാൻ പോയി. ഞാൻ കിടക്കട്ടെ, നല്ല ക്ഷീണുണ്ട്. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇക്ക കിടന്നോ? ഞാനും പോയി. റസിയ, എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? എന്നൊരു ഭർത്താവായി കാണാൻ കഴിയോ നിനക്ക്? എന്താ ഇക്ക ഇങ്ങനെയൊക്കെ? ഞാൻ അതിനു വേണ്ടിയല്ലേ ഇത്രയും കാലം കാത്തിരുന്നത്? ഇക്കാക്ക് എന്നെ എന്താ പൊന്നെ? അപ്പോഴേക്കും മുഖം വാടിയോ? എനിക്കറിയാം നിന്റെ മനസ്സ് നിറയെ എന്നുള്ള സ്നേഹമാണെന്ന്. എന്നാലും വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ നാണിച്ചിരിക്കാതെ എന്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കും പെണ്ണെ. ഞാനൊന്ന് കാണട്ടെ കൺകുളിർക്കെ. അവൾ മടിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു. അവളുടെ മുഖം അവന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവൾ മുത്തം കൊണ്ട് മൂടി. അവൾ നാണം കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഐ ലവ് യു പെണ്ണെ കാതിൽ പതുക്കെ മൊഴിഞ്ഞു. അപ്പോഴാണ് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ആമിനത്ത് അവളുടെ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. റസിയ മോളെ, സമയം എത്ര ആയിന്ന് വിചാരം? എണീറ്റില്ല ഇതുവരെ? അവൾ ഉറക്കിൽ നിന്നും നെട്ടിയുണർന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൾ ആകെ ചുറ്റും നോക്കി. ഓ, ഇത് സ്വപ്നമായിരുന്നോ? അവളൊന്ന് പുഞ്ചിരിച്ചു. അതിനോടൊപ്പം അവളുടെ മുഖം മങ്ങുകയും ചെയ്തു. ഇങ്ങനെ എന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ? അതും ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാനാവുമോ വിധി? റസിയ, ഇതാ വരുന്ന്, എണീറ്റു. അവൾ മുടി വേഗം വാരി കെട്ടി തട്ടം ശരിയാക്കി പ്രാതൽ കർമ്മങ്ങളെല്ലാം കഴിച്ച് ഉമ്മയെ സഹായിക്കാനായി അടുക്കളയിലേക്ക് നടന്നു. മനസ്സ് നിറയെ അവൾ കണ്ട സ്വപ്നത്തിൽ നീതി തുടിക്കുകയായിരുന്നു. കളിയും ചിരിയുമായി 2 ആഴ്ച പോയതറിഞ്ഞില്ല. റസിയ സുബൈറിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവിടുത്തെ ഉമ്മ 2 ദിവസം മുന്നേ വിളിച്ചതായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് അവളെയും കൊണ്ടുവരാമെന്ന് ഇക്ക പറഞ്ഞതായിരുന്നു. ഡ്രസ് വെച്ച കവറുകൾ ഓരോന്നായി കാറിൽ കൊണ്ടുവച്ച് കരീം. ഉപ്പ, ഉമ്മ, ഞാൻ പോയി വരാം. യാത്ര പറഞ്ഞ് അവരിറങ്ങി. നിന്റെ സുബൈർ എങ്ങനെയാ സ്വഭാവമൊക്കെ? അവനെ ഞാൻ ഇടക്ക് വിളിച്ചിരുന്നു. 2 ദിവസം മുന്നേ യാത്ര പറയാനും വിളിച്ചു. ഓ, എന്ത് പറഞ്ഞോ? കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അവന് സംസാരിക്കാനൊക്കെ എന്തോ മടിയുള്ള പോലെ തോന്നി എനിക്ക്. ആണോ? അത് പിന്നെ ഇക്കാനെ പരിചയമില്ലല്ലോ, അതാവും. എന്തോ അറിയില്ല, ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടല്. നിന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ഇക്ക, അത് മതി, അത് കേട്ടാ മതി. ദാ ആ കാണുന്നതാ വീട്. ഗേറ്റ് കടന്ന് കാറ് മുറ്റത്തേക്ക് കയറ്റി ഒരു സൈഡിലായി നിർത്തിയിട്ടു. കരീം പോയി കോളിംഗ് ബെല്ലടിച്ചു. റസിയ സാധനങ്ങൾ ഓരോന്നായി ഇറക്കി വെച്ചു. നസിയാണ് വാതിൽ തുറന്നത്. കരീംക്ക, കയറി ഇരിക്കട്ടോ. മൂത്തമ്മയും മൂത്താപ്പയും ഉച്ചവർക്കത്തിലാ, ഞാൻ വിളിക്കാം. കരീം അവളെ നോക്കി നിന്നു. അവൾ പറഞ്ഞതൊന്നും അവൻ ശ്രദ്ധിച്ചേയില്ല. ഏതാ ഈ മുഞ്ചത്തി? സുബൈറിന് പെങ്ങന്മാരില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇതാര്? ഏതായാലും കാണാൻ കൊള്ളാം, സുന്ദരിയാണ്. ആരും നോക്കി പോകുന്ന രൂപവും. എന്താണ് കുഞ്ഞ ഒരു ആലോചന? റസിയ ചോദിച്ചതും കരീം അവളെ നോക്കി ഒന്നിരിച്ചു. സ്വപ്നം കാണാതെ കയറിയിരിക്ക്, ഞാൻ ഡ്രസ്സൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കട്ടെ. റസിയ ഡ്രസ്സിന്റെ കവറുകളുമായി അകത്തേക്ക് നടന്നു. ഉമ്മയും ഉപ്പയും നല്ല മയക്കത്തിലായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരൂട്ടോ, ഞാൻ നിനക്ക് ചായ എടുക്കാം. റസി, നിക്ക്, പോവല്ലേ. എന്താ ഇക്ക? അത് പിന്നെ പാതി തുറന്നു തന്നില്ലേ? ആ കുട്ടി സുബൈറിന്റെ ആരായിട്ട് വരും? അത് എവിടത്തെ ഉമ്മയുടെ അനിയത്തിയുടെ മോളാ, നസിയ. അവൾ ഇവിടെയാ. അപ്പോഴേക്കും സുബൈറിന്റെ ഉപ്പയും ഉമ്മയും വന്നു. അവരെ കണ്ടതും കരീം സലാം പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തു. മോനിരിക്ക്, എന്തൊക്കെ മോന്റെ വിശേഷം? ഉച്ചക്ക് ഒരു ഉറക്കം പതിവുള്ളതാ. എന്റെ വരവ് നിങ്ങളുടെ ഉറക്കം ഇല്ലാതാക്കിയോ? ഏയ് ഇല്ലല്ല. മോളെ ചായ എടുക്ക്.
സേനത്ത് അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, വേണ്ട ഉമ്മ, ഞങ്ങളിപ്പോ കുടിച്ചിറങ്ങിയതേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ആദ്യമായി വന്നിട്ട് അവരുടെ സൽക്കാരങ്ങൾക്കൊടുവിൽ യാത്ര പറഞ്ഞവൻ ഇറങ്ങി. വീട്ടിൽ കരീമിന് തിരക്കിട്ട കല്യാണ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അവന് പിടിക്കുന്നില്ല. ഓരോ മുടന്ത നയങ്ങൾ പറഞ്ഞ് വരുന്ന ആലോചനകളൊക്കെ അവൻ മുടക്കുകയാണ്. അവന്റെ മനസ്സ് നിറയെ നസിയയാണ്. അന്ന് അവളുടെ വീട്ടിൽ ചെന്നപ്പോ അവൻ ഉറപ്പിച്ചതാണ് അവന്റെ പെണ്ണ് ഇതാണെന്ന്. അവൾ എപ്പോഴോ അവന്റെ മനസ്സിനുള്ളിൽ കുടിയിരുത്തി കഴിഞ്ഞു. എടാ കരീം, ഇന്ന് പോയ കുട്ടി എങ്ങനെയുണ്ട്? ഞാൻ ശരിക്കും നോക്കിയില്ലപ്പാ, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോക്കാതെ എങ്ങനെയാടാ ഇഷ്ടപ്പെടാ? ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോടാ? അത് ആദ്യം പറയടാ. അത് പിന്നെ ഉമ്മ, ഒരാളുണ്ട്. ആരാ അത്? എവിടെയുള്ള കുട്ടിയാ? കുട്ടിയെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇത് നടക്കണമെങ്കിൽ റസിയ വിചാരിക്കണം. അതെന്താടാ? അവൾക്കറിയുന്ന കുട്ടിയാണോ? അതെ, അവളെ വീട്ടിലുണ്ടല്ലോ ഒരു കുട്ടി, നസിയ. ആ, നസിയ മോളാണോ? അതെ ഉമ്മ, ആ കുട്ടി നല്ല കുട്ടിയാ. നമുക്ക് ഉപ്പാനെ കൊണ്ട് ചോദിപ്പിക്കാം. ഉമ്മ റസിയെ വിളിച്ചു കാര്യം പറഞ്ഞു. അവൾ ആ വിവരങ്ങൾ കേട്ടതും ആകെ ഞെട്ടിപ്പോയി. റസി, എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഞാൻ എന്താ പറയണ്ടേ റബ്ബേ? ഉമ്മ, ഞാൻ ചെറിയ തിരക്കിലാ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് നീ തിരിച്ചു വിളിക്ക്. പിന്നെ അവരോടൊക്കെ ഒന്ന് വിവരം പറ. ഉമ്മ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്താ അവരുടെ അഭിപ്രായം എന്ന് ചോദിക്ക്. പറയാ ഉമ്മ. റസിയ വേണ്ടെന്ന് പല രൂപത്തിൽ പറഞ്ഞു നോക്കി. പക്ഷേ അവനക്ക് അവള് തന്നെ മതിയെന്ന് വാശിയിലാണ്. ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ വയ്യാതെ റസിയ അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. പടച്ചോനെ, എല്ലാം അറിയുന്ന ഞാന് എങ്ങനെ അവനെ കൊണ്ട് അവളെ കെട്ടിക്കുക? കുട്ടിയൊക്കെ നല്ലതാ, പക്ഷേ ഒരു കുട്ടിയുള്ള അവളെ എനിക്ക് വയ്യ. ഞാൻ എന്ത് പറയും? റസിയ ആകെ ടെൻഷനിലായി. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അവനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? ഇനിയിപ്പോ അവൻ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുമ്പോ മനസ്സിന് സങ്കടാവുമോ? ഒരു കാര്യം ചിന്തിച്ചാല് ഒന്നും അവൾ അറിഞ്ഞുകൊണ്ടല്ലോ, ഒന്നും അവളുടെ കുറ്റം കൊണ്ടല്ലോ, എല്ലാം അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. എനിക്കൊന്നും അറിയില്ല. എന്ത് പറയണം എന്ത് പറയണ്ട, എനിക്ക് വയ്യ. ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞ വരുന്നത് വരട്ടെ, രണ്ടും കൽപ്പിച്ച് അവനോട് വിവരങ്ങൾ തുറന്നു പറയാം. അല്ലേല് ഒരിക്കലും അവൻ ഇത് അറിയേണ്ടി വന്നാൽ ഞാൻ അടക്കം എല്ലാവരും കുറ്റക്കാരാവില്ലേ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. എന്നാ എനിക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ. അല്ലെങ്കിൽ കുറ്റബോധത്തിന്റെ കണികകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കില്ലേ? റസിയ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. ഒടുവിൽ അവൾ കരീമിനെ വിളിച്ച് എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഒരു ഞെട്ടലോട് കൂടി അവൻ എല്ലാം കേട്ടു. ഇക്ക ഇനി അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ വിവരങ്ങൾ ഇക്ക അറിഞ്ഞതായി ഒരിക്കലും അവൾ അറിയരുത്. അവളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. എല്ലാം അവളെ അറിയാതെ സംഭവിച്ചു പോയതല്ലേ. അതിന് ആ കുട്ടിയെ ശിക്ഷിക്കണ്ടല്ലോ. എനിക്കും എതിർപ്പൊന്നുമില്ല ഇക്ക, നല്ല കുട്ടി അവള്. പിന്നെ ഈ കാര്യം ഉമ്മയും ഇപ്പഴും അറിയണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം. ഒന്നും ഉണ്ടായിട്ടല്ല, പ്രായമായവരല്ലേ, അവർക്ക് ചിലപ്പോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് വരില്ല. അതാ. ശരി, ഫോൺ വെച്ചോ. ഓക്കെ ഇക്ക. 2 ദിവസത്തിന് ശേഷം സുബൈർ നാട്ടിൽ വരുന്നുണ്ടെന്ന വാർത്ത അവളുടെ ചെവികളിൽ എത്തി. മോളെ, നാളെ രാത്രി 7 മണിക്കാത്രേ അവൻ ഇവിടെ എത്തുന്നത്. അവൾക്ക് സന്തോഷവുമുണ്ട് ദുഃഖവുമുണ്ട്. വീണ്ടും പഴയതുപോലെ തന്നെ ആവുമോ എന്നുള്ള ഭയം അവളുടെ ഉള്ളിൽ നിലച്ചു നിന്നു. അതോ പഴയതൊക്കെ മറന്ന് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ആ, നോക്കാം, വരട്ടെ. അന്ന് രാത്രി നേരത്തെ അവൾ കടന്നു. നേരം പുലർന്നു തൊട്ട് ഓരോരോ പണികളിലായി റൂം അടിക്കലും എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് അവന്റെ വരവിനായി അവൾ കാത്തിരുന്നു. മോളെ, ഇന്ന് രാത്രി 7 മണിക്ക് എയർപോർട്ടിലെത്തും. രാത്രി 9 മണിയോടെ അവൻ വീട്ടിലെത്തും. ഇൻഷാ അല്ലാഹ്
അവന്റെ ഇഷ്ട വിഭവമായ കോഴി ബിരിയാണി ഉണ്ടാക്കി വെക്കാല്ലേ? അതെ ഉമ്മ. അവള് സൈനുമെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ കൂട്ടുകാരാണത്രേ വിളിക്കാൻ പോകുന്നത്. അവർക്കും കൂടി കരുതേണ്ടി വരും. എല്ലാവരും കൂടി ചേർന്ന് ബിരിയാണി മറിച്ചയും പത്തിരിയും എല്ലാം റെഡിയാക്കി. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ പോയി. റസിയ നമസ്കാരം കഴിഞ്ഞ് നല്ല വിരിപ്പ് നോക്കി അതിൽ കുറച്ച് സെന്റ് തേച്ച് വിരിച്ചിട്ടു. ഞാൻ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ? ഇക്ക എന്റേത് മാത്രമാകുമോ? അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. സുബൈറും കൂട്ടുകാരും വീട്ടിലെത്തി. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് സൈനത്ത് അവരെ ഒരുപാട് നിർബന്ധിച്ചു. വയറ് ഫുള്ളാ ഉമ്മ, ഇനി ഒന്നും പോയില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? കഴിച്ചുമ്മ. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. സുബൈറെ, എന്ത് പണിയാടാ നീ കാണിച്ചത്? ഇതൊക്കെ പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? ഉമ്മ ചൂടാവാതെ. അവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ എനിക്ക് കഴിക്കേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചാ പോരെ? നാളെയും കഴിക്കാലോ. എടാ, ഞങ്ങൾ ഇറങ്ങി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സുബൈറിനെ പുറത്തേക്ക് വിളിച്ച് എന്തൊക്കെയോ പതുക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഓക്കേടാ, നാളെ കാണാം. അവരോട് കൈവീശി കാണിച്ച് അകത്തേക്ക് കടന്നു. അവൻ അടുക്കളയിലേക്ക് കടന്ന് ടേബിളിൽ കൊടുന്നു വെച്ച ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ആകെ ഒന്ന് കണ്ണുടിച്ചു. എന്താടി കാന്താരി, നീ ഇങ്ങനെ അന്തം മുട്ടി നോക്കുന്നത്? നിനക്കൊന്നും ചോദിക്കാനില്ലേ? നസിയ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. റസിയ, എന്നെ നോക്കണ്ട, ഞാൻ കഴിച്ചു. നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ. ഉമ്മ, ഉപ്പ എവിടെ? ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. അവൻ കോണിച്ചപ്പോൾ കയറി മുകളിലോട്ട് നടന്നു. മോളെ, ഇവിടെ ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ കൂടെ ചെല്ല്. അവനക്ക് തോർത്ത് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക്. സൈനുത്ത അവളെയും അവന്റെ കൂടെ പറഞ്ഞയച്ചു. ഇക്ക, തോർത്ത് അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. കുളി കഴിഞ്ഞാല് ഞാൻ കിടക്കും. എനിക്ക് നല്ല ക്ഷീണുണ്ട്. നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടന്നോട്ടോ. അവൾ നിരാശഭാവത്തോടെ തിരിഞ്ഞു നടന്നു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി കാണുകയാണ്. അതിന്റെ യാതൊരു സന്തോഷവും ആ മുഖത്തില്ല. പക്ഷേ ചമ്മല മറക്കാൻ പാടുപോകുന്ന പോലെ തോന്നി എനിക്ക്. എന്നാലും വല്ലാത്ത തൊലിക്കട്ടി തന്നെയാ നിങ്ങൾക്ക്. കണ്ടിട്ട് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വന്നതല്ലേ ഉള്ളൂ, കാണാം. ഭക്ഷണം കഴിച്ചവൾ പാത്രങ്ങൾ ഓരോന്നായി കഴുകി എടുത്തു വെക്കുന്നതിനിടയിലാണ് ആയിഷമാത്ത അവളോട് പറഞ്ഞത്, എടി റസിയ, മതി ഇവിടെ കിടന്ന് തിരിഞ്ഞത്. അങ്ങോട്ട് ചെല്ല്, ബാക്കി ഞാൻ തീർത്തോളാം. അവൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ കാത്തിരിക്കുന്നതിന് അതിന് സുബൈർ വേറെ ജനിക്കേണ്ടി വരും. എന്താടി ഒറ്റയ്ക്ക് നിന്ന് പെറുവെറുക്കുന്നത്? ഒന്നുമില്ല ആയിഷുമ്മ. എന്നാ ചെല്ല്, ഞാൻ പൊക്കോളാം. അവൾ ആയിഷമ്മയുടെ കവിളിൽ പിടിച്ച് ഉള്ളിക്കൊണ്ട് പറഞ്ഞു. റസിയ റൂമിലെത്തി. സുബൈർ കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അകത്ത് കടന്ന് റൂം ലോക്കിട്ടു. ആ, നീ എത്തിയോ? പിന്നെ ഞാൻ തന്റെ കൂടെ കട്ടിൽ കിടക്കുന്ന കൊണ്ട്. അവനത് പറഞ്ഞതും റസിയ ഒന്നുകൂടെ അവനെ നോക്കി. എനിക്കെന്ത് വിരോധം? സന്തോഷമേ ഉള്ളൂ. എങ്കിൽ പിന്നെ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇയാൾ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇട്ട് കളിപ്പിക്കുന്നതിനില്ലേ ഒരു പരിധി? ദുബായ് റൂമിലുള്ള അബൂക്ക മിനിഞ്ഞാന്ന് വിളിച്ച് ഒരുപാട് സംസാരിച്ചു കൂട്ടത്തിൽ പറഞ്ഞുവല്ലോ. ഓരോന്ന് പറഞ്ഞു അവനെ ഞങ്ങൾ നാട്ടിലേക്ക് വിടുന്നുണ്ട്, ബാക്കി ഇനി നിന്റെ കൈകളിലാണ്. ഇങ്ങനൊന്നും പറയാതെ ബെഡിലേക്ക് വീണ് ഇറങ്ങുന്നവനെ ഞാനിനി എന്തോന്ന് ശരിയാക്കാനാ? നോക്കട്ടെ, എന്നിട്ട് മാറാനുള്ള ഭാവമില്ലേ? നസീറ പറഞ്ഞ പോലെ ഞാൻ എന്റെ പണി നോക്കി പോവും, ഉറപ്പ്. സുബൈറിനെ നോക്കി മുറുമുറുത്തുകൊണ്ട് അവൾ പുതുപ്പെടുത്ത് വിരിച്ചുകൊണ്ട് തറയിൽ കിടന്നു. പ്രതിഷേധം എന്നോണം അങ്ങനെ ഓരോ ദിവസവും പ്രതീക്ഷയോടെ അവൾ കാത്തിരുന്നു. ഒരു ദിവസം പോലും അവൻ അവളോട് ചോദിച്ചില്ല, നീ എന്താ തറയിൽ കിടക്കുമെന്ന്. അത് അവളിൽ വല്ലാത്ത വിഷമം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എന്നത്തെയും പോലെ അവൾ കാത്തിരുന്നു, അവൻ അവളുടേതാകുമെന്ന നിമിഷത്തിന് വേണ്ടി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ നസിയയും കരീമും ആയുള്ള വിവാഹം കഴിഞ്ഞു. വളരെ ആഘോഷമായി കൊണ്ട് തന്നെ നടന്നു.
റസിയയുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി. ഓരോ ദിവസവും അവൾ ഉരുകിക്കൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിഞ്ഞവരെ നസിയക്ക് സ്വഭാവത്തിനൊന്നും വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ അവൾ മാറാൻ തുടങ്ങി. റസിയ അങ്ങോട്ട് ചെല്ലുന്നത് അവൾക്കിഷ്ടമല്ലാതായി. കാര്യം മറ്റൊന്നുമല്ല, അവളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അവൾക്കാണല്ലോ. അത് കരീമും വീട്ടുകാരും അറിയുമോ? അറിഞ്ഞാൽ അവളുടെ ബന്ധം തകരുമോ? കരീമിന്റെ സ്നേഹത്തിൽ വിള്ളൽ വീഴുമോ എന്നുള്ള ഭയം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. സുഖവും സൗകര്യമെല്ലാം കൂടുമ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ ആകുമായിരിക്കും, റസിയ മനസ്സിൽ പറഞ്ഞു. സുബൈറിന്റെ പെരുമാറ്റവും നസിയയുടെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റവും എല്ലാം അവളുടെ മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സങ്കടങ്ങൾ എല്ലാം പറഞ്ഞിരുന്നത് കൂട്ടുകാരി നസീറയോടായിരുന്നു. സുബൈർ വന്നതിൽ പിന്നെ അവളെ കണ്ടിട്ടുമില്ല. കളിയില്ല, ചിരിയില്ല, ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ അവൾ ഒതുങ്ങിക്കൂടി. സൈനോ, സൈനോ, എന്താ ആയിഷുമോ? എന്തിനെങ്ങനെ അലറി വിളിക്കുന്നത്? റസിയമോളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവൾക്ക് എന്തൊക്കെ വിഷമുണ്ട്. പഴയ റസിയ അല്ല ഇപ്പോ. അവള് മുകളിൽ അവളുടെ റൂമിൽ കാണും. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. സുബൈറിനെ വിളിച്ച് ചോദിച്ചോ അവൾ അവിടെ ഉണ്ടോന്ന്? ഇല്ല. അവനാ ഇപ്പൊ എന്നോട് മോളെ എവിടെയെന്ന് ചോദിച്ചത്. അവരെല്ലാവരും ഓടി നടന്ന് എല്ലായിടത്തും നോക്കി. എവിടെയും റസിയെ കണ്ടില്ല. പടച്ചോനെ, എന്റെ മോൾ എവിടെ പോയി? സീനുത്ത കരയാൻ തുടങ്ങി. ഒന്ന് പതുക്കെ കരയുമ്മ, നാട്ടുകാർ ഓടി വരും. ഒന്ന് പോടാ അവിടുന്ന്. എവിടെയും പോയി ഒന്ന് അന്വേഷിക്കടാ. ചെല്ല്. നിങ്ങൾ ഇങ്ങനെ കരയാനൊന്നുമില്ല. അവൾ ഇവിടെ അടുത്ത് എവിടെയും പോയതാവും. ഉമ്മ, ആരോ വന്നിട്ട് ബെല്ലടിക്കുന്നു. ചിലപ്പോ അവളാകും. ഞാൻ പോയി നോക്കട്ടെ. അവളാണേല് 2 വർത്താനം പറഞ്ഞിട്ട് തന്നെ കാര്യം. സുബൈർ വേഗത്തിൽ വന്ന് വാതിൽ തുറന്നു. അവർക്കറിയാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു അത്. ആരാ? മനസ്സിലായില്ല. ഇവിടത്തെ മോളാണെന്ന് തോന്നുന്നു. ഞങ്ങളെ വീട്ടിലുണ്ട്. നിങ്ങൾ ആരാ? അത് ആദ്യം പറ. സുബൈർ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ മയമാലി ഹാജിയുടെ കോട്ടേഴ്സിൽ പുതുതായി വന്ന താമസക്കാരനാ. എന്റെ ഭാര്യ പറഞ്ഞത് എവിടുത്തെ കുട്ടിയാണെന്ന്. അവൾ ആ കുട്ടിയെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് വരാൻ പറ അവളോട്. അതിന് ഇക്ക അതൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ വാ, അപ്പോഴേ അറിയൂ. സുബൈറും സൈനുമയും അവരുടെ കൂടെ പോയി. മുടിയെല്ലാം അഴിച്ചിട്ട് കണ്ണിരുട്ടി എല്ലാവരെയും നോക്കുകയാണ് റസിയ. എന്തോ കണ്ടു ഭയന്നു പോലെ ബാക്കിലോട്ട് നീങ്ങിയിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. റസി, മോളെ, എന്ത് പറ്റി നിനക്ക്? അവളുടെ കൈ പിടിച്ചുകൊണ്ട് സൈനത്ത് കരയുകയാണ്. അവൾ അവരെ നോക്കുന്നത് പോലുമില്ല. അനങ്ങാതിരിക്കുകയാണ് അവൾ. അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുരുട്ടി നോക്കുകയാണ്. അവരാരും എത്ര ശ്രമിച്ചിട്ടും അവൾ അവിടെ നിന്നും എണീക്കാൻ കൂട്ടാക്കിയില്ല. സുബൈർ വേഗം അവരുടെ കാറും കൊണ്ടുവന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഡോക്ടർ അവളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ഡോക്ടർ, എന്താ അവൾക്ക് പറ്റിയത്? സുബൈർ വിഷമത്തോട് ചോദിച്ചു. അവളിപ്പോ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ചിലരുടെ മനസ്സിന് അഗാധമായി മുറിവേൽക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഷോക്കിൽ എല്ലാം സംഭവിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. വിഷാദത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് അവളിപ്പോ ഉള്ളത്. ചെറിയ ചെറിയ സൂചനകൾ ഉണ്ടായി കാണും ഇതിനു മുമ്പ്. പക്ഷേ നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചു കാണില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് ഇത്തരം അവസ്ഥകളിലേക്ക് ഇവർ ചെന്നെത്തുന്നത്. ഇതിന്റെ മരുന്ന് ശരിക്കും സ്നേഹമാണ്. അവരെ നമ്മോടൊപ്പം സ്നേഹത്തോടെ കേൾക്കാൻ ശ്രമിക്കണം. അവൾ ഒറ്റക്കല്ല, കൂട്ടിന് സ്നേഹനിധികളായ നിങ്ങളൊക്കെ ഉണ്ടെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തണം. പക്ഷേ ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരാൾ ഈ അവസ്ഥയിലെത്തില്ല. അതിനർത്ഥം അവൾ മറ്റാരെയും അറിയിക്കാതെ എത്രയോ വേദന സ്വയം തിന്നു കഴിഞ്ഞു. ഇനി ആ വേദന താങ്ങാനുള്ള കഴിവ് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ, ഇനി എന്താ ചെയ്യാ? അസുഖം മാറില്ലേ? വീട്ടിൽ എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും പരസ്പരം എല്ലാം തുറന്നു പറയാറില്ലേ? അതോ ഒന്നും ആരോടും തുറന്നു പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആളാണോ? അത് പിന്നെ
എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ തമ്മിലൊന്നും സംസാരിക്കാറില്ലേ? അവളുടെ സങ്കടങ്ങൾ കേൾക്കാറില്ലേ? അവളെ ആശ്വസിപ്പിക്കാറില്ലേ? അതോ കുറ്റങ്ങൾ മാത്രം നോക്കി പഴി ചാരുന്നവനാണോ? അവൻ ഡോക്ടറുടെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇനി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടെന്താ? പേടിക്കണ്ട, ഒരാഴ്ച അവിടെ കിടത്തി ചികിത്സിക്കണം. മെഡിസിൻ കൊടുത്തു നോക്കാം, മാറ്റം വരും. സുബൈറിന് തോളി തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, അവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. സ്വന്തം മോളായിട്ട് തന്നെയാണ് ഞങ്ങൾ അവളെ നോക്കിയിരുന്നതും സ്നേഹിച്ചിരുന്നതും. എന്നിട്ടും അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ വന്നു? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത എന്തോ ഒരു വിഷമം അവൾക്കുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഡോക്ടറുടെ സംസാരം കേട്ടപ്പോൾ കോയ ഹാജിയും സൈനുത്തയും സുബൈറിനെ നോക്കി. അവർ ഡോക്ടറുടെ റൂമിന് വെളിയിൽ ഇറങ്ങി. സൈനുത്ത കസേലയിരുന്ന് തേങ്ങിക്കൊണ്ടിരുന്നു. നീ ഇങ്ങനെ അവിടെ ഇരുന്ന് മോങ്ങാതെ നിന്റെ മോനോട് പോയി ചോദിക്ക്. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം നിന്റെ മോന് തന്നെയാകും, ഒരു സംശയവും വേണ്ട. അവനാകെ തളർന്നിരിക്കുന്ന ഇടയിൽ ഓരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് വേദനിപ്പിക്കാതെ സമാധാനം കൊടുക്കേണ്ട സമയത്ത് കുറ്റപ്പെടുത്താൻ നോക്കിയല്ലേ വേണ്ടത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എണീറ്റ് പോ, അതാ നല്ലത്. ഹോസ്പിറ്റലാണെന്നൊന്നും ഞാൻ നോക്കൂല, ഒന്ന് തരും. വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് റസിയുടെ ഉമ്മയും ഉപ്പയും ഓടി വന്നു. എവിടെ എന്റെ മോള്? അവൾക്ക് എന്താ പറ്റിയത്? വരി, ഇങ്ങോട്ടിരിക്കി. അവൾക്കൊന്നുമില്ല, സമാധാനായിട്ട് ഇരിക്കി. എനിക്കെന്റെ മോളെ കാണണം. ഉപ്പ വാ, ഞാൻ കാണിച്ചു തരാം. സുബൈർ അവരെ രണ്ടുപേരെയും കൊണ്ട് അവൾ കിടക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോയി. ഉണർത്തണ്ട, അവൾ നല്ല മയക്കത്തിലാ, സിസ്റ്റർ എന്ന് പറഞ്ഞു. ആമിനുമ്മ അവൾക്കരികിൽ സ്റ്റൂൾ തിരുന്നു. എന്നിട്ട് പതുക്കെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ സുബൈറിന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടി. ആദ്യമായി അവൾക്ക് വേണ്ടി അവന്റെ കണ്ണിൽ നിന്നും നീരുറവ പൊടിഞ്ഞു. റബ്ബേ, ഞാൻ കാരണമാണ് അവൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത്. എല്ലാവരും അറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പടച്ചവനെ, അവളെ പഴയതുപോലെ എനിക്ക് തിരിച്ചു തരണേ. അവൾ എനിക്ക് വേണം. ഡോക്ടർ, റസിയ മയക്കത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ട്. ദാ വരുന്നു. എനിക്ക് അവളോട് അല്പം സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. റബ്ബേ, അവൾ ഇനി ഡോക്ടറോട് എല്ലാം തുറന്നു പറയുമോ? ഞങ്ങൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അവളുടെ ഉമ്മ, ഉപ്പ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? എല്ലാം കുഴഞ്ഞു മറിഞ്ഞല്ലോ. റബ്ബേ, സുബൈറിന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഡോക്ടർ അവൾ അടുത്ത് ചെന്ന് അവളെ പതുക്കെ തട്ടി വിളിച്ചു. റസിയ, കണ്ണ് തുറക്ക്. റസിയ മെല്ലെ മയക്കത്തിൽ നിന്നും ഉണർന്ന് മിഴികൾ മെല്ലെ തുറന്ന് ചുറ്റും നോക്കി. അവൾക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൺപോളകൾ വീണ്ടും വീണ്ടും അവൾ ഹൃദയയിലേക്ക് തള്ളിയിട്ടു. മയക്കം ശരിക്കും വിട്ടുപോയിട്ടില്ല, കോയ ഹാജി പറഞ്ഞു. അതെ, അവള് മയക്കത്തിലാണ്. നിങ്ങളെല്ലാവരും ഒന്ന് അവളെ മാറി മാറി വിളിക്കേ. അവൾക്ക് നിങ്ങളെയൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഡോക്ടർ പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. മോളെ, മോളെ. അവൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നാവ് അനക്കാൻ പറ്റുന്നില്ല. ആകെ കുഴഞ്ഞു പോകും പോലെ, ശരീരം ആകെ കൂടി തളർന്നു പോലെ, ഒന്നിനും ഭാരമില്ലാത്തതുപോലെ. അവൾ വീണ്ടും കണ്ണുകൾ അടച്ച് മയക്കത്തിലേക്ക് വൈദ്യുതി വീണുകയായിരുന്നു. 2 ദിവസമായിട്ട് ആർക്കും ഉറക്കമൊന്നുമില്ലായിരുന്നു. രാത്രി പകലാക്കി എല്ലാവരും അവൾക്ക് ചുറ്റുമിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും എല്ലാവരും അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അവൾ ഉണർന്നു. കട്ടിൽ നിന്നും തനി എണീറ്റ് പതിയെ താഴേക്ക് കാലുകുത്തി. റൂമിന്റെ വാതിൽ തുറന്ന് ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ നടന്ന് താഴത്തെ നിലയ്ക്ക് കോൺസ്റ്റബിൾ ഇറങ്ങി. അവിടെ നിന്നും മുറ്റത്തേക്ക് ഒരൊറ്റോട്ടമായിരുന്നു. അവൾ ഓടുന്നത് കണ്ട ഹോസ്പിറ്റലിലെ വാച്ച്മാൻ അവളുടെ പിന്നാലെ ഓടി അവളെ പിടിച്ചു. എന്നിട്ട് ചുറ്റും വന്ന് കണ്ണോടിച്ചു. അവൾ ഓടി വന്നത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ
അയാളുടെ മാറിലേക്ക് ബലം പ്രയോഗിച്ച് റസിയെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ വിടുന്നില്ല. റസിയ നഖം കൊണ്ടയാളെ ശരീരത്തിൽ മാന്താൻ തുടങ്ങി. അവൾ ഒച്ചയോടെ അലറുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സുബൈർ ഉറക്കിൽ നിന്നും നെട്ടി എഴുന്നേറ്റ് കട്ടിലിൽ റസിയെ നോക്കി അവളെ കാണുന്നില്ലെന്ന് കണ്ടതും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവിടെ നിന്നും ഓടി താഴേക്ക് എത്തിയതും മുറ്റത്തിന്റെ നടുഭാഗത്തായി അയാൾ റസിയെ, എടാ വിടടാ, അവൾ എന്താടാ നീ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളല്ലേ ഇവളെ ശ്രദ്ധിക്കാതിരുന്നത്? അവൾ പുറത്തേക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അവൾ കുതിരി ഓടിപ്പോകാതിരിക്കാൻ ഞാൻ അവളെ പിടിച്ചു വെച്ചു. രക്ഷിച്ചതും പോരാ, ശിക്ഷിക്കാൻ വരുന്നോ? സുബൈർ അവളെ ബലം പ്രയോഗിച്ച് 2 കൈ കൊണ്ട് അവളെ താങ്ങിയെടുത്ത് അവരുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. വീണ്ടും ഓടാൻ ശ്രമിച്ച അവളെ ഡോക്ടർ വന്ന് വീണ്ടും മയക്കി കിടത്തി. അവളുടെ അവസ്ഥ കണ്ട് പാവം അവളുടെ ഉപ്പ കുഴഞ്ഞു വീണു. അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ICUവിലാണ് ഹംസക്ക ഇപ്പോൾ ഉള്ളത്. പാവം അവളുടെ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി തളർന്നു. ഉമ്മ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട, ഉപ്പാന്റെ അടുത്ത് നിന്നോളി. ഇവിടൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ശരിയാകും, നമുക്ക് പ്രാർത്ഥിക്കാം. സുബൈർ ഉമ്മാനെ ആശ്വസിപ്പിച്ചു പറഞ്ഞയച്ചു. കുറ്റബോധം അവനെ പിടിച്ചു കുലുക്കി. എല്ലാം മറന്ന് അവളെ സ്വീകരിക്കണം. അവൾ ഇനിയും വേദനിപ്പിച്ചുകൂടാ. എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും എനിക്ക് വേണം. അത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാര്യയും ഭർത്താവായി ജീവിക്കണം. അവൻ മനസ്സറിഞ്ഞ് ഉള്ളൊരുക്കി അവൾക്ക് വേണ്ടി കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി പ്രാർത്ഥിച്ചു. എല്ലാം വരുത്തി വെച്ചിട്ടേ ഇങ്ങനെ മൂലയിൽ വന്നിരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല സുബൈറെ. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ? ഒരു നല്ല വാക്ക് എന്തേലും നിങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടോ? ആശ്വസിപ്പിച്ച് കൂടെ നിർത്തേണ്ട സമയത്തും ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുകയാണ് വേണ്ടത്. അതേടി, നിന്റെ മോൻക്ക് അത്രയ്ക്കുണ്ട് ഗുണനിലവാരം. നിന്റെ മോന്റെ പണ്ടത്തെ വീരകൃത്യങ്ങളെ വല്ലതും അവൾ അറിഞ്ഞു കാണും. ചില്ലറ ഒന്നുമല്ലല്ലോ ചെയ്തു കൂട്ടിയത്. ആളുകൾ ശ്രദ്ധിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, നീയും നിന്റെ മോനും. അതും പറഞ്ഞ് തോളത്ത് തോർത്തെടുത്ത് കുടഞ്ഞുകൊണ്ട് കോയ ഹാജി മുൻപോട്ട് നടന്നു. സുബൈറെ, ഉള്ളത് പറയേ, ഉപ്പ പറഞ്ഞത് എന്തെങ്കിലും പൊരുളുണ്ടോ? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം നീയാണോ? നിന്റെ പഴയ കാര്യങ്ങൾ വല്ലതും അവൾ അറിഞ്ഞിരുന്നോ? തുടങ്ങി. ഉപ്പാന്റെ കഴിഞ്ഞ് ഇനി നിങ്ങൾ തുടങ്ങിക്കോ. എടാ മോനെ, നിങ്ങൾക്കൊക്കെ എന്താ അറിയേണ്ടത്? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം ഞാനാണോന്നല്ലേ? അതെ, ഞാനാണ്, ഞാൻ മാത്രം. മതിയോ? നിന്നെ വേദനിപ്പിക്കാനും വിഷമിക്കാനും ചോദിച്ചല്ല ഉമ്മ. ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതിനെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഉപ്പാനോട് ദേഷ്യമൊന്നും തോന്നരുത്. ഉപ്പാന്റെ സങ്കടം കൊണ്ടാ അങ്ങനെയൊക്കെ പറയുന്നത്. മോന് വിഷമിക്കാതിരിക്ക്. ഞാൻ ഉപ്പാന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി. അതിനോടൊപ്പം റസിയുടെ അസുഖവും കുറഞ്ഞു വന്നു. ഇപ്പോൾ ഏകദേശം പഴയ രൂപത്തിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരെയും അവൾ തിരിച്ചറിയുന്നു. അവരോടൊക്കെ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ സുബൈറിനെ കണ്ട ഭാവം നടിക്കുന്നില്ല. അവനോട് മിണ്ടുന്നില്ല. അവന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അത് അവന് വല്ലാത്ത വേദന നിറച്ചു. ആരും കാണാതെ ബാത്റൂമിൽ കയറി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ മുഴുവൻ കഴുകി തിരിച്ചു കയറും. ഉമ്മ, ഉപ്പ എവിടെ? എല്ലാ വിവരങ്ങളും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആമിനത്ത വിവരിച്ചു. ഉമ്മ, എനിക്ക് ഉപ്പാനെ കാണണം, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഉപ്പാക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മോളെ. കരീമും നസിയും ഉപ്പയും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. 10 മിനിറ്റുള്ളിൽ എത്തും. ഉമ്മാന്റെ കുട്ടി ഞങ്ങൾ കൂടെ വീട്ടിലേക്ക് പോരല്ലേ? ക്ഷീണവും ആരോഗ്യമൊക്കെ ശരിയായതിനു ശേഷം സുബൈറിന്റെ വീട്ടിലേക്ക് പോകാം. റസിയ എന്താണ് മറുപടി പറയുന്നത് കേൾക്കാൻ ഹൃദയമൊളിപ്പോടെ കാത്തു നിൽക്കുകയാണ് സുബൈർ. ഇല്ല ഇല്ല ഉമ്മ, ഇപ്പൊ ഞാൻ അങ്ങോട്ടില്ല. ഇക്കയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. അത് കേട്ടതും സുബൈറിന്റെ മനസ്സിൽ ഒരല്പം ആശ്വാസം തോന്നി. പടച്ചോനെ, അൽഹംദുലില്ലാ. മോളെ, ഇതാ അവരെത്തിയല്ലോ. ഉപ്പാനെ കണ്ടതും ആ മാറിലേക്ക് ചാഞ്ഞുകൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു. മോളെ, പന കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്?
ഹംസക്ക അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഹാപ്പിയാണുപ്പാ. നിങ്ങൾ ഇനി ഓരോന്നോർത്ത് വിഷമിക്കണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്തു തന്നെയായാലും നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ. എല്ലാം സുഖപ്പെട്ടതിന് ശേഷം തിരിച്ചു പോകാം. ഞാനിപ്പോ അങ്ങോട്ടില്ല. ഏറി വന്നാൽ ഒരാഴ്ച. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. അവർ എല്ലാവരും എത്തിയപ്പോൾ സുബൈർ പുറത്തേക്ക് പോയിരുന്നു. ഇത്തുസേ, നെസിയ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാ പെണ്ണെ നീ ഇങ്ങനെ കരയുന്നത്? എനിക്കൊന്നുമില്ല. കണ്ടില്ലേ, ഞാനിപ്പോ സന്തോഷവതിയാ. എന്നോട് പൊറുക്കണം. ഇത്തൂസിന്റെ ഈ ഒരു അവസ്ഥക്ക് ഞാനും കൂടി കാരണക്കാരി എന്ന് ഓർക്കുമ്പോ പേടിയായിരുന്നു. എനിക്കെന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ഇക്ക ഇന്നലെ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞപ്പോ ഇത്തയുടെ അടുത്തേക്ക് ഓടി വന്ന് മാപ്പ് പറയണമെന്ന് കരുതിയതാ ഞാൻ. പൊറുക്കില്ല എന്നോട്. ഡീ അയ്യേ പൊട്ടിപ്പെണ്ണ്, എനിക്ക് നിന്നോട് ദേഷ്യോ? അതിന് കഴിയോ എനിക്ക് കരയാതെ? അതുകൊണ്ടൊന്നും അല്ലടി, നീ വിഷമിക്കാതെ. അവളെ കൈ പിടിച്ചുകൊണ്ട് റസിയ തമാശ രൂപേണ പറഞ്ഞു. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവൾ ഹോസ്പിറ്റലിൽ നിന്നും സുബൈറിന്റെ കൂടെ മടങ്ങി. അവളുടെ ഉമ്മയും ഉപ്പയും തിരിച്ചു അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ആമിനോ, എനിക്കൊരു സമാധാനമില്ല. എന്റെ മോള് ആരോടും ഒന്നും പറയാതെ എന്തോ മറക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും അവള് പിടി തരുന്നില്ലല്ലോ റബ്ബേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവള് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുമോ? നീ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചോദിച്ചപ്പോ അവള് തന്ന മറുപടി നീ കേട്ടതല്ലേ? ഏറി വന്നാല് ഒരാഴ്ച, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ തന്നെ ആയിരിക്കുമെന്ന്. എന്താണ് അതിനർത്ഥം? എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. ഓരോന്നോർത്ത് വിഷമിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. ആമിനത്തെ ഹംസക്കയെ സമാധാനിപ്പിച്ചുവെങ്കിലും പാവത്തിന്റെ ഉള്ളം തേങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം.